നിസ്കാരത്തിൻ്റെ സമയം ഓരോ ജില്ലയിലും വ്യത്യാസമാണോ എന്നാണ് ഒരു ചോദ്യകർത്താവ് ചോദിച്ചത്. കേരളത്തിൽ പൊതുവെ 4 മേഖലകളായിട്ടാണ് നമസ്കാര സമയം തിരിച്ച്. കാസർഗോഡുണ്ട്, കോഴിക്കോടുണ്ട്, കൊച്ചിയുണ്ട്, തിരുവനന്തപുരമുണ്ട്. ഇത് കൃത്യമായും ഇപ്പോൾ കാസർഗോഡ് ജില്ലയുടെ കിഴക്കേ ഭാഗത്തുള്ള ഒരാളും പടിഞ്ഞാറേ ഭാഗത്തുള്ള ഒരാളും അല്ലെങ്കിൽ പിന്നെ കണ്ണൂർ ജില്ലയുടെ മധ്യത്തുള്ള ഒരാളും വലിയ വ്യത്യാസങ്ങളുണ്ടാകും. എന്നിരുന്നാലും അവർക്കൊക്കെ തന്നെയും ഒരു കാസർഗോഡ് സമയമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. കോഴിക്കോട് നിശ്ചയിച്ച് മലപ്പുറം ജില്ലക്കാർ, അതേപോലെ തന്നെ തൃശ്ശൂർ ജില്ലയുടെ ചില ഭാഗങ്ങളൊക്കെ അതിൽപ്പെടും. അപ്പോൾ സ്വാഭാവികമായും ചെറിയ വ്യത്യാസം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. സൂര്യൻ്റെ പ്രയാണത്തെ അടിസ്ഥാനമാക്കിയാണല്ലോ ഇങ്ങനെ നമസ്കാര സമയം കണക്കാക്കുന്നത്. അതുകൊണ്ട് ഒരു വർഷത്തിൽ ഓരോ വർഷവും ആ കൃത്യമായ ഒരേ ചലനം തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. ഈ വർഷത്തിൽ എങ്ങനെയാണ് ഉണ്ടാവുക അതേപോലെ തന്നെ അടുത്ത വർഷം ഉണ്ടാകുക. അതുകൊണ്ട് മിക്ക പള്ളികളിലും ഒരു വർഷത്തെ മൊത്തത്തിലുള്ള കലണ്ടർ കാണുവാൻ സാധിക്കും. A4 വലിപ്പത്തിലോ മറ്റൊക്കെ ആയിട്ട് മൊത്തത്തിൽ ഒരു വർഷത്തേക്കുള്ള നമസ്കാരത്തിൻ്റെ ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബ്ഹി എന്നീ നമസ്കാരങ്ങളുടെ സമയങ്ങൾ അവർ ചില്ലിട്ട് ഭദ്രമാക്കി വെച്ചാണ്. അത് എല്ലാ വർഷത്തിലും അങ്ങനെ തന്നെയായിരിക്കും. അതിന് മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല. കാലങ്ങളിലൊക്കെ വലിയ ഫ്രെയിം ചെയ്ത് അതെ, പഴയ പള്ളികളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഒരു പിന്നെ ഇടുക്കി ജില്ലക്കാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവർ കൊച്ചി സമയം ആശ്രയിച്ചു കൊണ്ടായിരിക്കും നമസ്കാര സമയം കൃത്യപ്പെടുത്തുന്നത്. ഇപ്പോൾ പുതിയ സംവിധാനങ്ങൾ അനുസരിച്ച് ഗൂഗിൾ ഉപയോഗിച്ചുകൊണ്ട് ഒന്നുകൂടെ ഒരു പക്ഷേ ആ നമസ്കാരത്തിന് സമയം കൃത്യപ്പെടുത്താൻ സാധിക്കും എന്നാണ് അറിയുന്നത്. അത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഏത് ഗൂഗിൾ സമയമാണോ കൃത്യത, അതല്ല ഈ 4 മേഖലകളായി തിരിച്ചത് ഏതാണോ കൃത്യത എന്നത് അവിടെ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഏതായിരുന്നാലും അവർ ഏത് ഒരു പ്രദേശവുമായിട്ടാണ്, കൊച്ചിയുമായിട്ടാണ് ഏറ്റവും ബന്ധമെങ്കിൽ അവിടെയുള്ള നമസ്കാര സമയം ഏത് എന്ന് നോക്കിക്കൊണ്ട് അവർക്ക് അവരുടെ പ്രദേശത്ത് ഇടുക്കി ജില്ലയിൽ നമസ്കരിക്കാവുന്നതാണ്.